നമസ്കാരം, ഡോക്ടർ അൽഫിനയാണ്. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തൈറോയ്ഡ് രോഗമുള്ള ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഒരു കാര്യവും വെറുതെ പറയാറില്ല. കുറെ വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ കുറെ പേഷ്യന്റ് വരാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ല ഇതൊന്നും. പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി. അത് കുറച്ചെങ്കിലും വീഡിയോസ് കണ്ടിന്യൂസ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ എന്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്നിപ്പം നമ്മുടെ കൂടെ ഒരു മോനുണ്ട്. ഈ മോനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ മോന്റെ ഫാദറിന് തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു. നമ്മൾ അത് ട്രീറ്റ് ചെയ്താണ്. അപ്പൊ ഇവന് ഈ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പം ഇവരും തൈറോയിഡ് പോയി ചെക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ നോർമലായിരുന്നു. അങ്ങനെ അവര് നമ്മുടെ അടുത്ത് വന്നു. കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് മോന്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ടെസ്റ്റുകളൊക്കെ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമലാണ്, ഇൻക്ലൂഡിങ് ഹീമോഗ്ലോബിൻ വരെ വളരെ പക്കായിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങളെല്ലാം സഹിക്കുകയാണോ? ഇതിനൊരു പരിഹാരം ഇല്ലേ? നമുക്ക് അവനോട് തന്നെ ചോദിച്ചു നോക്കാം. അവൻ എന്താണ് ചെയ്തത്, എന്താണ് അവന് മാറ്റം വന്നത്. അവന്റെ പേര് ഫർഹാൻ എന്നാണ്. 19 വയസ്സ്, ഇപ്പൊ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എഞ്ചിനീയറിംഗിന് അഡ്മിഷനൊക്കെ മേടിച്ച് അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ തയ്യാറെടുപ്പിന് നമ്മളും കൂടെ അവനെ ഒന്ന് സഹായിച്ചു. നമുക്ക് കേട്ടിട്ട് വരാം. ഫർഹാൻ, എത്ര വയസ്സിന്റെ? 19 എന്തായിരുന്നു പ്രശ്നം തോന്നിയിരുന്നത്? എനിക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണം, ഉറക്കം തളർച്ച പോലെ. പിന്നെ ഭയങ്കരമായിട്ട് മധുരം ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഓർമ്മക്കുറവ്. ഇപ്പം എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വെച്ചാൽ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 4-5 മാസം കൊണ്ട് ഭയങ്കര ഇതായി. പിന്നെ നടുവേദന, കാലുവേദന, ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഒരു പ്രായമായ ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ. തളർച്ചയാണ് ഏറ്റവും മെയിൻ ആയിട്ട്. തളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രായത്തിൽ അങ്ങനെ തളർച്ച വരാൻ പാടില്ലല്ലോ. നമ്മൾ ചുരുക്കോടെ നടക്കേണ്ടതല്ലേ. ഏത് രീതിയിലുള്ള തളർച്ച? എണീക്കുമ്പോഴേ ക്ഷീണമായിട്ടാണ് ഒരു മന്ദതായിട്ടാണ് എണീക്കുന്നത്. ഒരു ആരോഗ്യമില്ലാത്ത പോലെ. ഫ്രഷ്നെസ് അല്ല ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊക്കെയോ? ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനൊന്നും കുഴപ്പമില്ല. ഫുഡൊക്കെ ആവശ്യത്തിന് കഴിക്കും. ഭയങ്കര ക്ഷീണമാണ്. കഴിച്ചാലും ക്ഷീണം മാറില്ല. ഇല്ല, മാറില്ല. വെള്ളം കുടിച്ചാലും മാറില്ല. എപ്പോഴും തളർച്ച. ഉറക്കമാണ് ഏറ്റവും മെയിൻ ആയിട്ട്. ഉറങ്ങിയാൽ മതി. ഉറങ്ങിയാൽ മതി. രാവിലെ ഒന്നും ഉറക്കം. അപ്പൊ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയല്ലേ? ഈ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? പഠിച്ചാൽ ഞാൻ പഠിക്കും, പക്ഷെ എന്നാലും മറന്നു പോകും. അപ്പൊ വീണ്ടും പഠിക്കും, വീണ്ടും മറന്നു. അപ്പൊ ഒത്തിരി എഫേർട്ട് ഇട്ടാലും പഠിക്കുന്നത് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയോ? കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? അതായത് ഇട്ട എഫേർട്ട് അനുസരിച്ചിട്ട് മാർക്ക് കൂടുതലൊക്കെ കിട്ടേണ്ടിയിരുന്നു. അതെ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചായിരുന്നോ? ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിച്ചില്ല, പക്ഷെ ബാക്കിയെല്ലാം നോർമലാണ് കാണിക്കുന്നത്. അസുഖങ്ങളൊന്നും കാണിക്കുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാം നോർമലായിട്ടുണ്ട്. ആവശ്യത്തിലേറെ ബ്ലഡ് ഉണ്ട്, എല്ലാം നോർമലാണ്. പക്ഷെ ക്ഷീണവും തളർച്ച. സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം വരുമ്പോ ആദ്യം നമ്മുടെ ചിന്ത ബ്ലഡ് കുറഞ്ഞിട്ടാണ്. ബ്ലഡ് കുറഞ്ഞു. പിന്നെ തലയിറക്കമുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോ തലയിറങ്ങി ആടും. അങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പം നമ്മുടെ ഫാദർ ഇവിടെ ട്രീറ്റ്മെന്റിലായതുകൊണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റി അല്ലേ? അതെ. അപ്പൊ ഇത് എന്തിന്റെ ലക്ഷണങ്ങളായിരുന്നു ഇതെല്ലാം? പപ്പയ്ക്ക് എന്താ പ്രശ്നമുള്ളേ? പപ്പയ്ക്കുള്ള അതേ സിംറ്റംസ് അല്ലേ ഫർഹാന് വന്നേ? അല്ലേ? പക്ഷെ നമ്മള് TSH ബ്ലഡ് നോക്കുമ്പോൾ നോർമലാണ്. ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളിപ്പോ എത്ര ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു ഇവിടെ? 1 month ആയി. എങ്ങനെ തോന്നി? ആണ്. ആ ക്ഷീണം ഉണ്ടോ? ക്ഷീണമൊന്നുമില്ല. ക്ഷീണമില്ല, തളർച്ചയില്ല. രാവിലെ ആയാലും രാത്രി കിടക്കുന്നു, രാവിലെ എണീക്കുന്നു. ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. ഫ്രഷ് ആയിട്ട് എണീക്കും. വേദനകളുണ്ടോ ഇപ്പൊ? ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ വേദന. മനസ്സിനോ? എല്ലാം ഓക്കെയാണ്. നേരത്തെ എന്തൊക്കെയായിരുന്നു? നേരത്തെ ഭയങ്കര ടെൻഷനും ഓവർ തിങ്കിങ്, പിന്നെ ഭയങ്കര ഓവറായിട്ട് ദേഷ്യം, അങ്ങനെയൊക്കെ. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. ദേഷ്യമൊന്നും വരുന്നില്ല. ഇല്ല. കഴിഞ്ഞ ദിവസവും ഉമ്മ പറഞ്ഞു അല്ല, വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തെ ഇൻസിഡൻസ് അല്ലേ? എന്തെങ്കിലും ആരെങ്കിലും ഇതാക്കിയാൽ പെട്ടെന്ന് ദേഷ്യവും അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. അതുകൊണ്ടൊരു സമാധാനം അല്ലേ? ഓക്കെ. അപ്പം ബ്ലഡിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ കാര്യമുണ്ടോ? നമ്മള് സിംറ്റംസ് ശരീരം സിഗ്നലിംഗ് തരും. ഓരോ തവണ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു കാരണമുണ്ട് അല്ലേ? ചുമ്മാതെ നമുക്ക് ഇങ്ങനത്തെ ക്ഷീണം തളർച്ച വരില്ലല്ലോ. അതെ. നമ്മള് കുറ്റം കേൾക്കും അല്ലേ? ചീത്ത പറയും. ഇപ്പൊ അവർക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ്? ഇപ്പൊ എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഒരു കാര്യം ഞാൻ എന്തിനാ ഫർഹാനോട് ചോദിച്ചതെന്ന് അറിയാമോ?
ഇതേപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ, ഇതുപോലെ ചീത്ത കേൾക്കുന്ന കുട്ടികളാണ് അവരും. അവർ ചെയ്യാത്ത കുറ്റത്തല്ലേ ചീത്ത കേൾക്കുന്നത്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ അവർ പരാജയപ്പെടും അല്ലേ വീട്ടിലുള്ളവര്. ഈ ഒരു കാരണം കൊണ്ടാണ് പ്രത്യേകിച്ച് പേരൻസിന് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഈ ലക്ഷണങ്ങൾ അവർ ശ്രദ്ധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫറാന്റെ എക്സ്പീരിയൻസ് ചോദിച്ചത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നല്ലൊരു അനുഭവം അല്ലേ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർ ചിലപ്പം അതിനൊരു സൊല്യൂഷൻ തേടുന്നവരായിരിക്കും. പക്ഷെ പൊതുവെ മക്കൾക്ക് പേരൻസ് പറയുമ്പം അതിനെ ഒന്ന് അവഗണിക്കാനുള്ളൊരു ചായ്വൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് കാണിച്ചു നോക്കുക. ഇതുപോലെയാണോ നിങ്ങൾക്ക് ഉള്ളത്? കാരണം ഇത് അവരാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്കുള്ള പ്രശ്നത്തിന് പുറകിലൊരു കാരണമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട് എന്ന് അവരാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവരൊരു തീരുമാനം എടുത്താലല്ലേ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു അമ്മയായിട്ട് സംസാരിക്കുമ്പം ആ അമ്മ ഒരു ജനറലൈസ്ഡ് ഡയലോഗ് പറഞ്ഞു. ശരിക്കും എന്നെ അതൊന്ന് ചിന്തിപ്പിച്ചു. അമ്മ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഡിപ്രഷനാ ഡോക്ടറെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്കും അങ്ങനെ ഒരു ഡിപ്രഷന്റെ ചായവിലേക്ക് പോകുന്നുണ്ടോ? വെറുതെ ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ല. അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ഒരു 90% കേസിലും ഈ ഡിപ്രഷന്റെ കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതിൽ തന്നെ ഇപ്പൊ ആൺകുട്ടികൾക്കാണ് ഉള്ളതെങ്കിൽ, പെൺകുട്ടികൾക്ക് പിന്നെ PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി കാണാമല്ലോ. ആൺകുട്ടികൾക്കാണെങ്കിൽ തൈറോയിഡ് അതിന് വളരെ വലിയൊരു കാരണമാണ്. അപ്പൊ ഈ വെറുതെ നിസ്സാരമായിട്ട് ഇവരുടെ പ്രശ്നങ്ങളെ നമ്മൾ മടിയാണെന്നോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണെന്നോ എന്നും പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയാതെ ഇതിന് പുറകിലൊരു കാരണമുണ്ട്. വെറുതെ ഒരു കുട്ടിയും അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ ആ കാരണത്തെ കണ്ടെത്തി അതിന് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ബാങ്ക് ബാലൻസ് അവർക്ക് വേണ്ടിയിട്ട് കരുതാൻ പറ്റും, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. ഈ ഇൻഷുറൻസും കൊണ്ട് അവർ എന്ത് ചെയ്യാനാ? ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് എന്ത് ഹെൽപ്പാ കിട്ടണേ? ശരിയാ, ഒരു എമർജൻസി ആക്സിഡന്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരി, അതിന് ഇൻഷുറൻസ് വേണം, ഞാൻ വേണ്ടാന്ന് പറയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാവോ? ആരോഗ്യമുള്ളൊരു ശരീരം. അപ്പൊ ഈ ചെറിയ പ്രായത്തില് നല്ല ആരോഗ്യവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം അതിന് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാമെങ്കിൽ ഏറ്റവും വലിയൊരു പൈതൃക സ്വത്ത് എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ളൊരു ശരീരമായിരിക്കും. കാരണം നിങ്ങൾ അറിയാതെ, ഇപ്പൊ ഞാൻ മാതാപിതാക്കളെ കുറ്റം പറയുന്നതല്ല, കാരണം നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല വരുന്നത്. പക്ഷെ തൈറോയിഡ് ഏറ്റവും അധികം ജനറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്ന ഒരു അസുഖമാണ് തൈറോയിഡിന്റെ പ്രശ്നം. അപ്പം പേരൻസിനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏജിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. ഇപ്പൊ ഈ മോൻ TSH വേരിയേഷൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ, സ്വാഭാവികമായിട്ടും അവൻ അങ്ങനെയല്ലേ. ഈ പ്രശ്നങ്ങൾ കൊണ്ട് വേറൊരു ഡോക്ടറെ അടുത്ത് പോയിരുന്നെങ്കിൽ അവൻ എന്താ സൊല്യൂഷൻ കിട്ടുക? കുറെ സപ്ലിമെന്റ്, വിറ്റമിൻ സപ്ലിമെന്റ് കൊടുക്കും, B കോംപ്ലക്സ് കൊടുക്കും, ക്ഷീണം അല്ലേ കുറെ ഫുഡ് കഴിക്കാൻ പറയും. ഈ മോന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇവർ ഓരോ യാത്ര പോകുമ്പോഴും ഓറഞ്ച് ജ്യൂസ് കരുതിക്കൊണ്ടാ പോകുന്നത്. കാരണം എപ്പോഴാണ് ക്ഷീണം വരുന്നത്, എപ്പോഴും ഉറങ്ങിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അവനൊന്നും മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പുറത്ത് വന്ന് നല്ല ആക്റ്റീവായിട്ട് നല്ല ആരോഗ്യത്തോടെ ഇപ്പം മാറി. അപ്പൊ ഇതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു അസുഖത്തെ ട്രീറ്റ് ചെയ്താൽ നമ്മുടെ ഔട്ട്കം എന്തായിരിക്കണം? തിരിച്ച് നമുക്ക് ആരോഗ്യത്തിലേക്ക് വരണം. അല്ലാണ്ട് കുറേ സപ്ലിമെന്റുകളും ഇതും കാലാകാലങ്ങളും കഴിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.